കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഞാൻ പറയട്ടെ. ടാറ്റ പ്ലേയും എയർടെലും ഒന്നിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് പല വാർത്താ ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പേ ഒരു 2-3 മാസം അല്ലെ 4 മാസം മുമ്പേ ഈ ഒരു ന്യൂസ് ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ അത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർടെലും DTHും ടാറ്റ പ്ലേയും മറ്റുള്ള DTHിൻ്റെ മേഖല മാത്രമാണ് ഒന്നിക്കുന്നുള്ളൂ. ഈ ടാറ്റ പ്ലേക്കും എയർടെലിനും ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് എല്ലാ ബിസിനസ്സും എല്ലാം ഒന്നിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. DTHിൻ്റെ ഈ ഒരു പ്രോഗ്രാമുകൾ മാത്രം DTHും എയർടെൽ DTHും ഈ നെറ്റ്വർക്കുമായിട്ടാണ് ഒന്നിക്കുന്നത്. അപ്പോൾ ടാറ്റ പ്ലേയുടെ കയ്യിൽ നിങ്ങൾക്കറിയാം നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല, മൊബൈൽ നെറ്റ്വർക്ക്. ഇനി അങ്ങോട്ട് കൂടുതൽ വിപണനം അല്ലെങ്കിൽ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കാര്യം നിർബന്ധമായിട്ട് വേണം. എയർടെൽ ഡിജിറ്റൽ TVയുടെ കയ്യിലാണെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒന്നിച്ചിട്ടതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വൻ നഷ്ടം സംഭവിക്കാനും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഒന്നിക്കലിലൂടെ നമുക്ക് ടാറ്റ പ്ലേക്ക് ഏതാണ്ട് 45% ഷെയറാണ്. ഞാൻ ന്യൂസിൽ നിന്ന് കണ്ട അറിവനുസരിച്ചിട്ടാണ് പറയുന്നത്. 45% ഷെയറും അതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ TVക്ക് 55% ഷെയറും ഉണ്ട്. ഇതിൻ്റെ കൺട്രോൾ മൊത്തം ഇനി എയർടെൽ ഡിജിറ്റൽ TVക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കൺട്രോൾ എന്ന് പറഞ്ഞത് ആധിപത്യം. ഇനി കൂടുതൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ഈ മേഖലയിൽ എയർടെൽ ഡിജിറ്റൽ TVക്കാണ് ഇനി കൂടുതൽ ഇതിൻ്റെ സാധ്യതകളുള്ളത്. അതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ TV IPTV പുതുതായിട്ട് ആരംഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ അത് വരുന്നതാണ്. എയർടെൽ എയർ ഫൈബറിൻ്റെ കണക്ഷൻ്റെ സെറ്റ് ഓഫ് ബോക്സുകളിൽ ഇനി ഇൻ്റർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ജിയോ എയർ ഫൈബർ കൊടുക്കുന്നത് എങ്ങനെയാണോ അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡിഷ് സാറ്റലൈറ്റ് അല്ലാതെ തന്നെ നമുക്ക് IPTV എല്ലാ ചാനലുകളും കാണാനുള്ള സൗകര്യം ഉടൻ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യം ഈ രണ്ട് കമ്പനിയും ഈ DTH മേഖലയിൽ ഒന്നാകുന്നതോടുകൂടി NCF ചാർജ് കുറയുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 154 രൂപയാണ് 1 മന്ത് NCF. അത് ഏതാണ്ട് പകുതിയായിട്ട് കുറയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിലവിൽ നമുക്കറിയാം ഈ ഒരു ഒന്നിക്കലോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പ്രവാസികൾക്കാവാനുള്ള സാധ്യതയാണ്. അതിൻ്റെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ എയർടെൽ ഡിജിറ്റൽ TVയിലൂടെ സാറ്റലൈറ്റിലൂടെയാണ് നമുക്ക് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എയർടെൽ ഡിജിറ്റൽ TV ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എയർടെൽ ഡിജിറ്റൽ TVയുടെ സാറ്റലൈറ്റാണ് നിലവിൽ GCC രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിക്കുന്നത്. ടാറ്റ പ്ലേയുടെ സിഗ്നൽ അവിടെ ലഭിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയ ഡിഷൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് 1-2 TP കിട്ടുന്നുള്ളൂ. അതിനെക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ എയർടെൽ ഡിജിറ്റൽ TVയുടെ സാറ്റലൈറ്റിൻ്റെ കാലാവധി ഈ ഒരു വർഷത്തോടു കൂടി അവസാനിക്കാൻ പോകുന്നതാണ്. ഈ ഒരു വർഷമല്ല, അടുത്തൊരു വർഷത്തോട് കൂടിയിട്ട് സാറ്റലൈറ്റിൻ്റെ കാലാവധി തീരുന്നതാണ്. അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും. ടാറ്റ പ്ലേയുടെ സാറ്റലൈറ്റ് ഇപ്പോൾ പുതിയ സാറ്റലൈറ്റാണ്. ഏതാണ്ട് ഒരു 10, 15, 20 കൊല്ലത്തോളം വാലിഡിറ്റിയുള്ള കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടക്കാണ് അവർ സാറ്റലൈറ്റ് പുതിയതായിട്ട് സാറ്റലൈറ്റ് അയച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സാറ്റലൈറ്റിൽ ഒരുപാട് പുതിയ ചാനലുകളും പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയൊരു സാറ്റലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാസികൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഈ DTH ഗൾഫുകളിൽ ഉപയോഗിക്കുന്നത് എയർടെൽ ഡിജിറ്റൽ TVയുടെ സെറ്റ് ഓഫ് ബോക്സാണ്. ഒരുപാട് ആളുകൾ ഈ സൗദിയിലാണെങ്കിലും ദുബൈയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഒമാനിലൊക്കെ ആണെങ്കിലും സെറ്റ് ഓഫ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ പ്രോഗ്രാമുകളും ക്രിക്കറ്റും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ IPTV അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ലീഗൽ അല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളും ഇൻകറപ്റ്റായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർടെൽ ഡിജിറ്റൽ TVയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഒന്നിക്കലോട് കൂടിയിട്ട് നമുക്ക് ടാറ്റ പ്ലേയുടെ ഡയറക്ഷനിലേക്ക് ഒരു സെറ്റ് ഓഫ് ബോക്സിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇനി ഒരു പക്ഷേ ആ ഒരു കസ്റ്റമേഴ്സ് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ ഞാൻ അറിയില്ല. പക്ഷേ ചാൻസ് 90% കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ IPTVയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടുകൂടി സാറ്റലൈറ്റ് മിക്കവാറും ഒറ്റ സെറ്റ് ഓഫ് ബോക്സ് ആയിട്ട് ടാറ്റ പ്ലേ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന സാറ്റലൈറ്റിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇനിയൊരു സാറ്റലൈറ്റ് അയച്ച് അതിൽ റെൻറ്റ് കൊടുത്ത് ഒരു പ്രോഫിറ്റ് നേടാനുള്ള സാധ്യതകൾ വളരെ ചുരുക്കമായതുകൊണ്ട് തന്നെ ഇനി ഒരു സെറ്റ് ഓഫ് ബോക്സിലേക്ക് മാറി കൂടുതൽ ഇപ്പം തന്നെ എയർടെൽ ഡിജിറ്റൽ TVയും ടാറ്റ പ്ലേയും ഒന്നാകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരുപാട് ആളുകളെ ജോലി പോകും. കാരണം ഒരേ ഏരിയയിൽ തന്നെ 2 ഡിസ്ട്രിബ്യൂഷൻ ഇനി ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. കാരണം
ഒരു കമ്പനി ആകുമ്പോൾ 2 ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് 2 സാലറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, റെൻറ്റും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ പിരിച്ചുവിടാനുള്ള സാധ്യതകളുണ്ട്, എല്ലാം ഒന്നിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. പ്രവാസികൾക്ക് ഇനി എയർടെൽ ഡിജിറ്റൽ TV കിട്ടാനുള്ള സാധ്യതകൾ കുറവുമാണ്. അപ്പോൾ DTH മേഖലയിൽ പുതിയൊരു വാർത്ത വരുമ്പോൾ പരമാവധി അന്വേഷിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം, എനിക്ക് ഇന്ന് രാവിലെ മുതൽ ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്, പ്രവാസികളുടെയും നാട്ടിലുള്ളതൊക്കെ ഈ ഒരു ന്യൂസ് കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പലരെയും കോൺടാക്ട് ചെയ്ത് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു വാർത്തയായിട്ടാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്, എനിക്ക് ചെക്കിങ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, കൂടെ ഷെയർ ചെയ്യാൻ